സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള കടമ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടമയായി നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമകൾ. എത്രത്തോളം അവർക്ക് നമ്മൾ ഖിദ്മത്ത് ചെയ്താലും അവർ ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾക്ക് അതൊന്നും പകരമാവില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ മക്കളിൽ നിന്ന് നിരന്തരം ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആകൾ ഉണ്ടാവുക എന്നുള്ളത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് വിശ്വാസികളായ മാതാപിതാക്കൾ അവർക്ക് ജനിക്കുന്ന മക്കളെക്കുറിച്ച് അവർക്ക് വളരെയേറെ പ്രതീക്ഷയാണ് ഉണ്ടാവുക. ആ പ്രതീക്ഷ വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് അവരുടെ മക്കളെക്കുറിച്ച് ഉണ്ടാകുന്ന പ്രതീക്ഷയേക്കാളും അപ്പുറമാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഭൗതിക ലോകം മാത്രം ചിന്തിക്കുന്ന അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സന്താനങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഈ ഭൗതിക ലോകത്തേക്ക് മാത്രം പരിമിതമായ പ്രതീക്ഷകളാണ്. അവർ മരിക്കുന്നതിൻ്റെ മുമ്പ് അവർക്ക് വല്ല സഹായവും കിട്ടണം, അല്ലെങ്കിൽ സഹായികളാവണം, താങ്ങാവണം, തണലാവണം എന്നതൊക്കെ ആയിരിക്കും. എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ പ്രതീക്ഷ അതിനെല്ലാം അപ്പുറമാണ്. മരണാനന്തരം തനിക്ക് മുറിയാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ കാര്യങ്ങളിൽ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു എന്ന് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. മുസ്ലിമീങ്ങളായ മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനുണ്ടാവുക, ഒരു മകളുണ്ടാവുക, അതിനേക്കാൾ വലിയ സൗഭാഗ്യം മറ്റെന്താണുള്ളത്? അതുകൊണ്ട് തന്നെ ആ മക്കൾ അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകമായ ഫലം അവർ നാളെ സ്വർഗത്തിൽ ഏറെ സന്തോഷിക്കുവാൻ കാരണമാകുന്ന വിധത്തിൽ അനുഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന ഫയഖൂലു അന്നാ ഹാദാ ഫയുഖാലു ബിസ്തിഗ്ഫാരി വലദിക ലക. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, തീർച്ചയായും ഒരു വ്യക്തി ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊടുക്കും. സ്വർഗത്തിൽ ഒരു വിശ്വാസിയുടെ പദവി ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. ഫയഖൂലു, അപ്രതീക്ഷിതമായിട്ട് സ്വർഗത്തിൽ തൻ്റെ പദവി ഉയരുന്ന കാഴ്ച കണ്ട് രക്ഷിതാവായ അതല്ലെങ്കിൽ ഈ വ്യക്തി അള്ളാഹുവിനോട് ചോദിക്കും, അന്നാ ഹാദാ, എങ്ങനെയാണ് എനിക്ക് ഈ സ്ഥാനക്കയറ്റം ലഭിച്ചത്? ഈ സ്ഥാനക്കയറ്റം കണ്ട് സന്തോഷത്തോടുകൂടി ഈ വ്യക്തി അള്ളാഹുവിനോട് ചോദിക്കും, എങ്ങനെയാണ് സ്വർഗത്തിൽ എനിക്ക് ഈ സ്ഥാനക്കയറ്റവും പദവിയുമൊക്കെ ലഭ്യമായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവസരത്തിൽ അദ്ദേഹത്തോട് പറയും, അതല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയപ്പെടുന്നതാണ്, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ സന്താനം നിനക്ക് വേണ്ടി പാപമോചന തേട്ടം നടത്തിയതിൻ്റെ ഫലമാണ് സ്വർഗത്തിലെ ഈ പദവി നിനക്ക് വർദ്ധിക്കുവാൻ കാരണമെന്ന് ആ വ്യക്തിയോട് പറയപ്പെടുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമായിരിക്കും. ഈ വചനം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കളോടും, ഞാനടക്കമുള്ള എല്ലാ മക്കളോടും വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്.
നമ്മുടെ മാതാപിതാക്കൾ ഒന്നുകിൽ ജീവിച്ചിരിക്കുന്നവരായിരിക്കും. ഈ ശബ്ദം ശ്രവിക്കുന്ന വേളയിൽ ഇത് കേൾക്കുന്ന ശ്രോതാക്കളിൽ പലരുടെയും മാതാപിതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളവരായിരിക്കാം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്, തഖ്വയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നാലും ജീവിതകാലത്തും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവർക്ക് റഹ്മത്ത് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരിക്കലും അവരെ നമ്മൾ മറന്നുപോകരുത്. ഇനി മറ്റൊരു കൂട്ടർ അവരുടെ മാതാപിതാക്കൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞവരായിരിക്കും. എത്രയോ കാലമായി ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ആ മാതാപിതാക്കളെയും ജീവിച്ചിരിക്കുന്ന മക്കളായ നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. അവർക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പാപമോചനത്തിന് വേണ്ടി, അവർക്ക് റഹ്മത്ത് അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുവാൻ വേണ്ടി നിരന്തരം നമ്മുടെ പ്രാർത്ഥനകളിൽ അവരും കടന്നു വരേണ്ടതുണ്ട്. നമുക്ക് പലപ്പോഴും പല ആളുകളുടെയും സംസാരങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്, മാതാപിതാക്കളോടുള്ള കടമകളെയും കടപ്പാടുകളെയും കുറിച്ച് ബോധമില്ലാതിരുന്നൊരു കാലത്ത് പലപ്പോഴും അത്രയൊന്നും ഖിദ്മത്ത് ചെയ്യുവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് സങ്കടം പങ്കുവെക്കുന്ന എത്രയോ മക്കളെ കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ പലരും സങ്കടപ്പെടാറുമുണ്ട്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയും ഇനിയും നമുക്ക് അവരോടുള്ള കടമകൾ നമുക്ക് ചെയ്തു തീർക്കുവാനുള്ള അവസരമായി ഈ പ്രാർത്ഥിക്കുവാനുള്ള അവസരത്തെ നന്നായി ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത്. നമുക്ക് വേണ്ടി നമ്മൾ എപ്പോഴെല്ലാം പാപമോചനത്തിന് വേണ്ടി തേടുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും, അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരണപ്പെട്ടവരാകട്ടെ, അവർക്ക് വേണ്ടിയും നമ്മൾ പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക. അവർക്ക് റഹ്മത്ത് ചെയ്യണേ റബ്ബേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ചെറുപ്പത്തിൽ അവരിരുവരും എന്നെ പരിപാലിച്ചതുപോലെ നീ അവരോട് ഏറെ കാരുണ്യം ചെയ്യണമേ, നീ വാത്സല്യം അവരോട് ചൊരിയണേ എന്നൊക്കെയുള്ള ആശയങ്ങളുള്ള നമുക്കെല്ലാം സുപരിചിതമായ ആ പ്രാർത്ഥനയും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എത്രത്തോളം അധികരിപ്പിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം അതവർക്ക് പരലോകത്ത് സ്വർഗത്തിൽ സന്തോഷിക്കുവാൻ കാരണമായി മാറുമെന്ന് ഈ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ മറക്കാതെ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നെങ്കിലും നമ്മൾ 5 നേരവും നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ നമസ്കാരങ്ങളിൽ, അതുപോലെ തന്നെ നമസ്കാരങ്ങളുടെ ശേഷമുള്ള സമയങ്ങളിൽ, അതുപോലെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളിൽ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടൻ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രത്യേകം അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവർക്ക് റഹ്മത്ത് റബ്ബ് ചൊരിഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും മറന്നുപോകരുത്. റബ്ബിഗ്ഫിർലി, എൻ്റെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. വലിവാലിദയ്യ, എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും പുറത്തു കൊടുക്കണം, എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണമേ. വറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അവരൊരുവരോടും നീ കരുണ ചെയ്യണേ, ചെറുപ്പത്തിൽ അവരിരുവരും എന്നെ പരിപാലിച്ചതുപോലെ. അതിനൊന്നും പകരം ചെയ്യുവാൻ എൻ്റെ ഒരു കാര്യങ്ങളെ കൊണ്ടും മതിയാവില്ല. നീയാണ് റബ്ബേ, തക്കതായ സമ്പൂർണമായ മഹത്വമേറിയ പ്രതിഫലം നിനക്കേ നൽകാൻ കഴിയൂ എന്ന ആശയസമ്പുഷ്ടമായ ഈ പ്രാർത്ഥന നമ്മളെപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി നമ്മുടെ പ്രാർത്ഥനകൾ നാളെ സ്വർഗത്തിൽ അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തിന് നിമിത്തമാകുന്ന വിധത്തിൽ അത് നിർവഹിക്കുവാനുള്ള ശ്രദ്ധ പുലർത്തുന്ന മക്കളായി നമ്മളെല്ലാവരും മാറണമെന്നാണ് വളരെ വിനയത്തോടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടമകൾ കൃത്യമായി നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധപ്പെട്ടവരെയും
റബ്ബിൻ്റെ സ്വർഗലോകത്തിൽ സന്തോഷത്തോടെ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.